നമസ്കാരം. റഫ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസ് പ്രമുഖൻ കൊല്ലപ്പെട്ടു. ഹമാസിനായി പല ഭാഗങ്ങളിൽ നിന്നും ആയുധങ്ങൾ കടത്തുന്നത് ഇയാളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിസാം അബു ഇഷാഖ് എന്ന ഈ ഹമാസിൻ്റെ നേതാവ് ഈജിപ്റ്റ് അതിർത്തി വഴിയും അതുപോലെ ഭൂഗർഭ തുരങ്കങ്ങൾ വഴിയുമൊക്കെ തന്നെ ഹമാസിന് ധാരാളമായി ആയുധങ്ങൾ വൻതോതിൽ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഗാസയിലേക്ക് വൻതോതിൽ ആയുധ കള്ളക്കടത്ത് നടത്തുന്നതിനും ചുക്കാൻ പിടിച്ചത് ഇയാളാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം ശക്തമായതോടുകൂടി ഈ ഭാഗത്തു കൂടിയുള്ള ആയുധക്കടത്ത് ഇപ്പോൾ നിന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇയാൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ രഹസ്യമായി ഭൂഗർഭ തുരങ്കങ്ങളിലൂടെയും ഈജിപ്റ്റ് അതിർത്തിയിലെ മറ്റ് രഹസ്യ മാർഗങ്ങളിലൂടെയും ഹമാസിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ഇയാളെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഇയാൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആക്രമണം നടന്നത്. അതിനിടെ ദക്ഷിണ ഗാസയിലെ റഫായിൽ ഹമാസ് തീവ്രവാദികളുടെ വക ഒരു റോക്കറ്റ് ലോഞ്ചിങ് കേന്ദ്രവും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. ഈ മേഖലയിലൊക്കെ തന്നെ ഹമാസിൻ്റെ സാന്നിധ്യം വ്യാപകമാണ് എന്ന തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സൈന്യം ഈ ഭാഗത്ത് വ്യോമാക്രമണം നടത്തിയത്. നേരത്തെ ഗാസയിലെ ജനവാസ മേഖലകളിൽ ബോംബാക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ചാണ് അവർ ആക്രമണത്തിന് ശക്തി കുറയ്ക്കുകയും പകരം കരയാക്രമണം ശക്തിപ്പെടുത്തുകയും ടാങ്കുകളും മറ്റും ഉപയോഗിച്ച് ഹമാസിൻ്റെ ഉടമസ്ഥതയുള്ള കെട്ടിടങ്ങളും മറ്റ് ആസ്ഥാനങ്ങളുമൊക്കെ തന്നെ ഇടിച്ചു തകർക്കുകയും ഹമാസ് തീവ്രവാദികളെ നേരിട്ട് വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്രാവശ്യമാകട്ടെ ഇസ്രായേൽ വ്യോമസേനയെ തന്നെ രംഗത്തിറക്കിയാണ് ഇത്തരത്തിലുള്ള ആയുധക്കടത്ത് നടത്തുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തുന്നത്. ഹമാസിൻ്റെ മുതിർന്ന നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന മാർഗങ്ങൾ തടയുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതിർത്തിയിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം ശക്തമാക്കിയതും ഇതുപോലെയുള്ള ആയുധക്കടത്തുകാരെ നേരിട്ട് അവരെ ആക്രമിച്ച് വധിക്കാനും തീരുമാനിച്ചത്. പലപ്പോഴും ഇവരുടെ സഞ്ചാരപഥം മനസ്സിലാക്കി കൃത്യമായി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ പല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഇതിനോടകം ഇസ്രായേൽ വധിച്ചിട്ടുള്ളത്. അതിനിടെ ഇസ്രായേൽ വ്യോമസേന ലെബനനിലെ ഷിബ മത്മോറ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത്. ഇവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമായും ആക്രമണം. ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയും ഒരേ സമയം നേരിടുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഒഴിയാതെ എന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നു കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ആക്രമണത്തിന് ശക്തി ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഹിസ്ബുള്ളയെ നേരിടുന്നതിനായി ഒരുപക്ഷെ ലെബനനുമായി നേരിട്ട് യുദ്ധത്തിന് പോലും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സന്ദർശനം നടത്തുമ്പോൾ അവിടെ നടന്ന ചർച്ചകളൊക്കെ തന്നെ ഇക്കാര്യം ചർച്ചാ വിഷയമായി. അമേരിക്ക ലെബനന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഹിസ്ബുള്ളയെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കാൻ വന്നാൽ തങ്ങൾ അതിൽ ഇടപെടില്ല എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. എന്താണെങ്കിലും ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ പോരാട്ടമാണ് അവർ നടത്തുന്നത്. തങ്ങളുടെ നാട്ടുകാരെ ബന്ദികളാക്കിയ അല്ലെങ്കിൽ വധിച്ച ഈ 2 തീവ്രവാദ സംഘടനകളെയും ഒരു കാരണവശാലും വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്.